ചാനൽ നിഷൂസ് വേൾഡ് 2.0. ഇത് വന്നിട്ട് നമ്മുടെ ന്യൂ ചാനലാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ പഴയ ചാനൽ നമുക്ക് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു മുട്ടൻ പണി തന്നെ കിട്ടിയെന്ന് പറയാം. അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടല്ലോ യൂട്യൂബിന്. സോ നമ്മളത് ബ്രേക്ക് ചെയ്തു. നമ്മൾ മനഃപൂർവ്വം ബ്രേക്ക് ചെയ്തതല്ല, എന്തോ എനിക്കപ്പോൾ അങ്ങനെ തോന്നി, അങ്ങനെ ചെയ്യണമെന്ന് തോന്നി ചെയ്തു. അതെന്താണെന്നൊന്നും ഇപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത പണി കിട്ടിയാലോ ഈ ചാനലിന്. സോ ഞാൻ അതെന്താണെന്നൊന്നും റിവീൽ ചെയ്യണില്ല. അങ്ങനെ നമ്മുടെ ചാനൽ അവർ ടെർമിനേറ്റ് ആക്കി. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയണ പോലെയൊക്കെ ഞാൻ എന്താ പറയുക നോക്കിയിട്ടോ നമ്മുടെ ആ ഒരു പഴയ ചാനൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ പഴയ ചാനൽ നമുക്ക് എത്രത്തോളം വാല്യൂ ഞാൻ അതിന് കൊടുക്കേണ്ടതെന്ന് നിങ്ങളോട് പറഞ്ഞാൽ എനിക്ക് കംപ്ലീറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ പഴയ ചാനൽ വന്നിട്ട് നമ്മൾ അത്രയും വാല്യൂ കൊടുത്തിട്ടുള്ള ഒരു ചാനലാണ് കേട്ടോ നിഷൂസ് വേൾഡ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നിങ്ങളോട് പറയാമെന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ എന്നെ അറിയുന്ന കുറച്ച് റിലേറ്റീവ്സിനായാലും സോ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സുകളായാലും എല്ലാവർക്കും അറിയാമായിരിക്കും. എൻ്റെ ഉമ്മച്ചി വന്നിട്ട് ഒരു 2 വർഷം മുന്നേ നമ്മൾ വിട്ടുപോയി. സോ ഉമ്മച്ചിൻ്റെ എല്ലാ ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ കിടക്കുന്നത് നമ്മുടെ ഈ ഒരു ചാനലിലായിരുന്നു. ഞാനത് റിവീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഉമ്മൻ്റെ മരണം ആ ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഈ ഒരു ചാനലിലോ ഈ ഒരു വീഡിയോയിലാവും ഞാൻ റിവീൽ ചെയ്യണത്. നമുക്കത് ഇഷ്ടമില്ല, നമുക്കത് പറയാനും വേറൊരാളോട് ഷെയർ ചെയ്യാനും ഒന്നും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. സോ നമ്മളെ മൈൻഡിൽ ഇപ്പോഴും നമ്മുടെ ഉമ്മച്ചി ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ നമ്മളതിങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മൾ ഹേർട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ നമ്മളിങ്ങനെ അതങ്ങനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യല്, ഇങ്ങനെ ഒഴിവാക്കലാണ് ചെയ്യല്. സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഉമ്മച്ചിയുടെ എല്ലാ ഓർമ്മകളും നമ്മൾ അന്ന് ചെയ്തതിൻ്റെ ആ വീഡിയോസ് വ്ളോഗ്സ് സോ എല്ലാം നമ്മുടെ ഈ ഒരു ചാനലിലായിരുന്നു, നമ്മുടെ നിഷൂസ് വേൾഡിലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളെ കുറേ ഫാമിലി ട്രിപ്പ് കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര എന്താ പറയുക ലൈക്ക് എ ഡയറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ ഒരു ഡയറി കുറിപ്പ് പോലെ ആയിരുന്നു. കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തു പോയിരുന്ന അതിൽ കാര്യങ്ങളൊക്കെ. സോ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അതാവും നമ്മുടെ വിധി, അത് ടെർമിനേറ്റ് ആയിപ്പോയി. പിന്നെ നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ഇതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ വിധിയൊക്കെ കടന്ന് വന്ന് അതിനോടൊക്കെ ഓവർകം ചെയ്തിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ആ ടൈമിൽ നമ്മൾ ഇപ്പോൾ ഒരു 1 month ഒക്കെ ആയിട്ടുണ്ടാവും അത് ടെർമിനേറ്റ് ആയിട്ട്. അപ്പം അന്ന് ഞാൻ ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞു, കുറേ ഇരുന്ന് കരഞ്ഞ്. അപ്പോൾ ആളൊക്കെ പറഞ്ഞു ഈ പുതിയത് സ്റ്റാർട്ട് ചെയ്യുക, കുഴപ്പമില്ല, പോയത് പോയി, അത് നോക്കിയിട്ട് കാര്യമില്ല, പുതിയ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഉപ്പച്ചിയും പറഞ്ഞു, ഉപ്പച്ചിൻ്റെ അടുത്തും ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അന്നേരം ഉപ്പച്ചിയും പറഞ്ഞു എന്നോട് ഈ പുതിയത് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. സോ നമ്മൾ എനിക്ക് അപ്പോഴും എൻ്റെ മൈൻഡ് കിടക്കുന്നത് പഴയതുമൊക്കെ കേട്ടോ. അപ്പോൾ പിന്നെ പഴയതിനെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് റെഡിയാക്കണം തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ നമ്മൾ വേറൊരു കുട്ടിയുടെ ചാനൽ ഞാൻ കണ്ടായിരുന്നു. ഏകദേശം ഒരു 1 lakh above സബ്സ്ക്രൈബേഴ്സൊക്കെ വരുന്ന ഒരു ചാനലായിരുന്നു. സോ ആ ചാനലിൽ കയറി. അപ്പോൾ ആ കുട്ടിക്ക് അവരുടെ ചാനൽ ഹാക്കായ ടൈമിൽ ഏതോ ഒരാളാണ് റെഡിയാക്കി കൊടുത്തതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ അതിൻ്റെ ആ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ അവരുടെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തു. അങ്ങനെ അവരായിട്ട് മെസ്സേജ് അയച്ചു, നിങ്ങൾ ഇങ്ങനെ റെഡിയാക്കി തരുമോ, എൻ്റെ ചാനലും ഇങ്ങനെ പോയിട്ടുണ്ട്, നിങ്ങൾ റെഡിയാക്കി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരിങ്ങനെ കുറച്ച് എന്താ പറയുക കുറച്ച് ഓവറായിട്ടുള്ള ക്യാഷൊക്കെ നമ്മളെടുത്ത് ആവശ്യപ്പെട്ടു. അപ്പോൾ പിന്നെ എനിക്കത് അത്രയും ക്യാഷ് കൊടുത്തിട്ടൊന്നും നമ്മൾ ചാനൽ വീണ്ടെടുക്കണ്ട, ഇൻ കേസ് ഇനിയും ഇങ്ങനെ ടെർമിനേറ്റ് ആയാലോ, അപ്പോൾ നമ്മൾ ഇതിനായിട്ട് നിൽക്കണ്ടേ. അപ്പോൾ അത്രയും ക്യാഷ് ഒന്നും കൊടുത്തിട്ടുള്ള പരിപാടിക്കൊന്നും എന്തായാലും ഞാനില്ല എന്ന് വിചാരിച്ചു. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ന്യൂ ചാനൽ സ്റ്റാർട്ടാക്കുക എന്നുള്ളതായിരുന്നു. സോ അങ്ങനെ നമ്മൾ ഈ ഒരു ചാനൽ സ്റ്റാർട്ടാക്കി. അപ്പോൾ നമ്മുടെ പഴയ ചാനൽ വന്നിട്ട് 7K സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒട്ടുമിക്ക യൂട്യൂബേഴ്സിന് അറിയാം, ഒരു 7K സബ്സ്ക്രൈബേഴ്സ് പോയിട്ട് ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ആവണമെങ്കിൽ തന്നെ നമ്മൾ അത് എത്രത്തോളം എഫേർട്ട് ഉണ്ട്, എത്രത്തോളം ടൈം എടുക്കും, അങ്ങനെയൊക്കെ ഒരുവിധം എന്താ പറയുക യൂട്യൂബേഴ്സിനൊക്കെ അറിയാവുന്നതായിരിക്കും. കാരണം അത്രയും ഹാർഡ് വർക്ക് നമ്മളത് അതിൻ്റെ പിന്നിൽ കിടക്കുന്നുണ്ട്. സോ അങ്ങനെ അത്യാവശ്യം എന്താ പറയുക സബ്സ്ക്രൈബേഴ്സും വ്യൂസും എല്ലാം ഉള്ളൊരു ചാനൽ തന്നെയായിരുന്നു നമ്മളത്. ഇൻഷാ അല്ലാഹ് ഇനിയും ഞാൻ ഡെയിലി വീഡിയോസൊക്കെ മാക്സിമം ഇടാൻ നോക്കാം. അതേപോലെ തന്നെ ഷോർട്സ് ആയാലും എല്ലാം ഇടാൻ നോക്കാം. പഴയ വീഡിയോസൊക്കെ കുറച്ച് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ കയ്യിലിരിപ്പുള്ള വീഡിയോസൊക്കെ അങ്ങനെ കുറച്ച് അപ്ലോഡ് ചെയ്യാം. അല്ലാതെ പുതിയ കണ്ടൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. സോ നിങ്ങൾ എങ്ങനെയാണോ പഴയ ചാനൽ എന്നെ സപ്പോർട്ട് ചെയ്തത്, പഴയ ചാനലിൻ്റെ ആ ഒരു ടൈമിൽ നിങ്ങൾ എങ്ങനെയൊക്കെയാണോ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ പുതിയ വീഡിയോസും കാര്യങ്ങളും എല്ലാം സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ 0 സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരോടും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്.